സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചോദ്യോത്തരവേളയിൽ തന്നെ ബഹളമയമാണ്. പ്രതിപക്ഷത്തു നിന്നുള്ള 45 നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയതിൽ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിച്ചത്. സംസ്ഥാന രാജ്യതാൽപര്യം മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾ അപ്രധാനമാക്കിയെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഇല്ലാതാക്കി എന്നും വി.ഡി. സതീശൻ വിമർശിക്കുകയായിരുന്നു. എന്നാൽ സഭയിൽ ചോദ്യം ചോദിക്കുന്നതുവരെ ചോദ്യം പ്രസിദ്ധപ്പെടുത്താനാകില്ല എന്നാണ് ചട്ടമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു സ്പീക്കർ. ഇത് ഓർമ്മിപ്പിച്ച സ്പീക്കർ ചട്ടലംഘനമില്ലെന്നും അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളെന്ന നിലയിലാണ് നക്ഷത്ര ചിഹ്നം ഇല്ലാത്തവ ആക്കിയതെന്നും മറുപടി പറയുകയും ചെയ്തു. സഭാ ചട്ടമനുസരിച്ച് സ്പീക്കർക്ക് വിവേചനാധികാരമുണ്ടെന്നും കാരണം വിശദീകരിക്കേണ്ടതില്ല എന്നുമായിരുന്നു എൻ ഷംസീറിന്റെ മറുപടി. സ്പീക്കറുടെ വിശദീകരണത്തിന് ശേഷവും പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നിയമസഭാ സമ്മേളനം ആകെ ബഹളമയമായി എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും വാക്പോരുകളും അച്ചടക്ക ലംഘനങ്ങളും അച്ചടക്കമില്ലായ്മയും അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് കൂട്ടബഹളമായി. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ കണ്ടത് പ്രധാനമല്ലേ എന്നും അതിൽ സംസ്ഥാന താൽപര്യം ഇല്ലേ എന്നുമായിരുന്നു വി.ഡി. സതീശന്റെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തിന് വി.ഡി. സതീശൻ കാര്യമായ ഒരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യത്തിന് ഒരു മറുപടി പോലും നൽകാതെ സ്പീക്കർ ചോദ്യോത്തര വേളയിലേക്ക് കടക്കുകയായിരുന്നു. ഇത് വി.ഡി. സതീശന് വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശൻ എന്തെങ്കിലും ഒരു മറുപടി പ്രതീക്ഷിച്ചു തന്നെയാണ് ചോദിച്ചത്. എന്നാൽ വി.ഡി. സതീശന് പുല്ലുവില നൽകിക്കൊണ്ടാണ് സ്പീക്കർ അതിന് യാതൊരു മറുപടിയും പറയാതിരുന്നത്. പ്രതിപക്ഷത്തു നിന്നുള്ള ചോദ്യങ്ങൾ ദുരിതാശ്വാസ നിധി ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. സഭയിൽ ബഹളവും മുഖ്യമന്ത്രിയുടെ മറുപടിയും അങ്ങനെ തുടരുന്നു. ദുരിതാശ്വാസ നിധി വിനിയോഗത്തിന് കൃത്യമായ ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ടെന്നും സുതാര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്പീക്കർ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുക കൂടി ചെയ്തു. സർക്കാരിന് ഒരു ചോദ്യത്തിനും ഉത്തരം മറച്ചുവെക്കേണ്ടതില്ല എന്ന മുഖ്യമന്ത്രി ഇതിനിടെ പ്രതികരിച്ചു. ഒരു ഫയലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണാതെ പോകില്ല. സ്പീക്കർക്കെതിരെ ഇത്തരം പ്രതിഷേധം ശരിയോ എന്ന് പ്രതിപക്ഷം ആലോചിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിഷേധം ശരിയല്ലെന്നും സീറ്റിലിരുന്നാൽ മാത്രമേ മൈക്ക് ഓൺ ചെയ്യൂ എന്നും പ്രതിഷേധിച്ച പ്രതിപക്ഷ നിരയോട് സ്പീക്കർ പറഞ്ഞു. കൂടി നിന്ന പ്രതിപക്ഷ അംഗങ്ങളോട് നിങ്ങളിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് കൂടി സ്പീക്കർ ചോദിച്ചു. ഇതോടെ ഇതിൽ പ്രതിഷേധിച്ച വി.ഡി. സതീശൻ സ്പീക്കറുടേത് അപക്വമായ നിലപാടെന്ന് കുറ്റപ്പെടുത്തി. അല്ലെങ്കിൽ തന്നെ ഇത്രയും പേര് നിൽക്കുമ്പോൾ ഇതിൽ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർക്ക് അറിയില്ല എന്നാണോ? അത് ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശനെ അപമാനിക്കുന്നതല്ലേ? എന്തായാലും ഇതിൽ വി.ഡി. സതീശന് വലിയ ദേഷ്യം തന്നെ ഉണ്ടായി. കസേരയിലിരുന്ന് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സ്പീക്കർ പദവിക്ക് അപമാനമാണെന്നും ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷമെന്നും പറഞ്ഞ് അങ്ങിറങ്ങിപ്പോവുകയായിരുന്നു.